പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഇടതുവശത്ത് കാണാൻ കഴിയുന്ന ഈ ഗ്യാസ് സിലിണ്ടർ നമ്മൾ കൊത്തി മുറിച്ചിട്ട് ഒരു ബാർബിക്യൂ ഗ്രില്ലാക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ നോവ അയക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നമ്മളെ കൊണ്ട് അയക്കാൻ കഴിയുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്യാസ് നമ്മൾ മാക്സിമം ഇത് കമത്തി വെച്ചിട്ട് മാക്സിമം ഗ്യാസ് കളഞ്ഞിട്ടുണ്ട്. നമ്മളതിനകത്ത് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് 2 ഹോൾ അടിച്ചിട്ട് ഗ്യാസ് കംപ്ലീറ്റ് പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഈ സാധനം കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പൊ നമുക്കിപ്പോൾ ഹോൾ അടിച്ചിട്ട് കട്ട് ചെയ്യാം. കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി പെയിന്റ് സ്റ്റോപ്പർ വെച്ചിട്ട് ഇതിന്റെ പെയിന്റ് എല്ലാം നമ്മൾ അളക്കാൻ പോകാം. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് പെയിൻ്റിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു പുട്ടി ബ്ലേഡ് വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ സ്ക്രാച്ച് ചെയ്യാൻ പോക്കാം. കാണാൻ നല്ല വൃത്തിക്ക് പെയിൻറ്റ് വരുന്നുണ്ട്. ടെസ്റ്റിന് നല്ല ടോപ്പ് ക്വാളിറ്റി സാധനമാണ്. ഇതിൻ്റെ ഹാൻഡില് ഇങ്ങനെയുള്ള ഹാൻഡില് നമ്മൾ കട്ട് ചെയ്ത് 2 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഈ 2 സൈഡിൽ വെച്ച് വരേണ്ടി വരും. അപ്പൊ ഇത് എടുക്കാനുള്ള ഹാൻഡിലായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിനെ പകുതിയിലും കുറച്ച് മുകളിലോട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ 2 ജോയിന്റ് ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുകയും ചെയ്യാം.
മറ്റേ പിരാനേൻ്റെ ഇതുപോലെ ഇവിടെ നോക്കി അടുത്ത് കട്ടി സ്റ്റീലാണ് കേട്ടാ. എൻ്റെ അമ്മ ഗ്രൈൻഡിങ് വീലിൽ തീർന്നേരം അത് ശരിയില്ല. അതിലുള്ളതാ നീച്ച 1 ഇഞ്ചോളം ഉണ്ട്. അത് കട്ട് ചെയ്യാൻ ഇത്രയും നേരം എടുത്ത്. അപ്പൊ നമ്മള് ഈ ബാർബിക്യൂ ഗ്രില്ലിൽ നമ്മള് 2 സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് നമ്മള് ഇങ്ങനെ 2 സൈഡിലായിട്ട് വെൽഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ. അപ്പൊ നമുക്ക് സ്റ്റാൻഡ് വെൽഡ് ചെയ്തതിനു ശേഷം ഇതെങ്ങനെയുണ്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്പോട്ട് അടിച്ചിട്ട് എല്ലാം ലെവലാക്കിയതിനു ശേഷം നമ്മൾ ക്ലീൻ ആയിട്ട് വെൽഡ് ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് വെൽഡ് ചെയ്യാം. അപ്പം നമ്മൾ പിടി വന്നിട്ട് ഡ്രിൽ മെഷീനിൽ കണക്ട് ചെയ്ത് നമ്മളുടെ ലേത്തില്ലാത്തത് കൊണ്ട് നമ്മൾ പിടി ഇതുപോലെ നല്ലൊരു ഇങ്ങനൊരു ഡിസൈനിലാക്കുക ചെയ്തേ. സിമ്പിളായിട്ടുള്ളൊരു പിടി. നമ്മളിപ്പോൾ വയർ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം തീയിടുന്നതിന് പകരം നമ്മൾ നല്ലൊരു
ഒന്നിക്കൽ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ വെച്ചിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് തുടക്കുന്നതായിരിക്കും. അപ്പോൾ ഉള്ളെല്ലാം ഒന്ന് ക്ലീൻ ആവും. അപ്പോൾ ഇപ്പം നമുക്ക് തിന്നർ വെച്ച് പുറം തുടച്ചതിന് ശേഷം പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മളിതിനെ അടിക്കാൻ പോകുന്നത് ബന്ന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈ ടെമ്പറേച്ചർ ബ്ലാക്ക് ആണ്. അപ്പം ഇത് ഹൈ ടെമ്പറേച്ചർ ബ്ലാക്ക് ആണെന്നാണ് ഓൺലൈനിൽ കാണിച്ചത്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതിന്. പക്ഷേ ഇതിന് മുകളിലെവിടെയും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തേക്കോട്ടിക്കല്ലേ